കോൺഗ്രസ് പാർട്ടി ഒരു ആൾക്കൂട്ടമാണെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്നിക്കുന്ന ഒരാൾക്കൂട്ടം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സമയമാണ്. ആൾക്കൂട്ടം ഒന്നിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പോ അതുപോലുള്ള മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ ഇല്ലാത്ത സമയത്ത് ഈ ആൾക്കൂട്ടത്തിലെ ഓരോ അംഗങ്ങളും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധ പതിപ്പിക്കുന്നത്. തുടർച്ചയായി 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഇനി ഒരു 5 വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി എല്ലാവരും ഒത്തൊരുമിച്ച ഈ അവസരത്തിലാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം കടന്നുവരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്ക് ധിക്കരിച്ച് മാങ്കൂട്ടം എത്തിയതുവരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. നിയമസഭയിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാസ് എൻട്രിയിൽ കോൺഗ്രസിൽ പുകച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസിലെ വലിയൊരു വിഭാഗം പിന്തുണച്ചതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരസ്യ നിലപാടിനെ തള്ളി മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഗ്രീൻ സിഗ്നൽ നൽകിയതോടെ വിശ്വസ്തരെ കൂട്ടി നിയമസഭയിലെത്തി മടങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും ചേർന്ന് നടത്തിയ നീക്കത്തെ ഓപ്പറേഷൻ ഓപ്പോസിഷൻ എന്നാണ് മാങ്കൂട്ടം അനുകൂല കോൺഗ്രസുകാർ വിളിക്കുന്നത്. വേണുഗോപാലിന്റെ പിന്തുണയിൽ ഷാഫി പറമ്പിൽ ഇറങ്ങിക്കളിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വി ഡി സതീശൻ പക്ഷം കരുതുന്നുണ്ട്. സഭയിലെത്തിയ രാഹുൽ കുറച്ചുനേരം അവിടെ ഇരുന്ന ശേഷം MLA ഹോസ്റ്റലിലും പോയി. സതീശനെയും രമേശ് ചെന്നിത്തലയെയും നിശബ്ദരാക്കി സംഘടനയിലും പ്രതിപക്ഷത്തും മേൽക്കൈ ഉറപ്പിക്കുക എന്ന തന്ത്രം പയറ്റിയത് സണ്ണി ജോസഫിന്റെ അറിവോടെയാണെന്നും സൂചനയുണ്ട്. ഇതോടെ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ വി ഡി സതീശൻ പ്രതിരോധത്തിലായി എന്നു മാത്രമല്ല, പാളയത്തിലെ പടയെ എങ്ങനെ തുരത്തുമെന്നറിയാതെ നിൽക്കുകയുമാണ്. സൈബറിടങ്ങൾ വഴിയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും സതീശനും രമേശനും ആകുന്നില്ല എന്നുള്ളതുകൂടി ഈ സാഹചര്യത്തിൽ ഓർക്കണം. ഇതിനിടയിലാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ദിനപത്രമായ വീക്ഷണത്തിന് സംഭവിച്ച മാറ്റങ്ങൾ കൂടി ചർച്ചയിൽ വരുന്നത്. മലയാളത്തിലെ ഇക്കിളി കഥകളുടെ നിലവാരത്തിലുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങളെ ഒറ്റ വാക്കിൽ നമ്മൾ പറയുന്നത് മുത്തുച്ചിപ്പി എന്നാണ്. ഏകദേശം അതേ ഒരു ലെവലിലേക്ക് വീക്ഷണം പത്രവും മാറിയോ എന്നാണ് മാധ്യമപ്രവർത്തകനായ ജിമ്മി ജെയിംസിന്റെ സംശയം. അതൊരു സംശയം മാത്രമല്ല എന്ന് വീക്ഷണം ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ആ ലേഖനം വായിച്ചവർക്കും ജിമ്മി ജെയിംസിന്റെ ഈ സംസാരം കേൾക്കുന്നവർക്കും മനസ്സിലാകും. കോൺഗ്രസിന് ഇപ്പോൾ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടിനെതിരെ കോൺഗ്രസിലെ ഔദ്യോഗിക മുഖപത്രം രംഗത്തെത്തുക എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ കാര്യങ്ങൾ കൈവിട്ടു പോയ അവസ്ഥയിലാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സതീശനെ വീഴ്ത്താനോ എന്നാണ് ചോദ്യം. ജിമ്മി, സതീശൻ വീഴുമോ വീഴില്ലയോ, എങ്ങോട്ട് വീഴും എന്ന് ചോദിച്ചാൽ എൻ്റെ വേറൊരു രീതിയിലാണ് എൻ്റെ ചോദ്യം ചോദിക്കേണ്ടത്. അടുത്ത UDF ജയിച്ചാൽ അടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? സാധാരണ പ്രതിപക്ഷ നേതാവിനാണ് ആ വഴക്കം പോവുക. അങ്ങനെ ഇപ്പോൾ ആകണ്ട എന്നുള്ളതിൻ്റെ ഒരു വെൽ പ്ലാൻഡ് തിരക്കഥയിലെ നമ്മൾ കാണുന്ന ഒരു അംഗം മാത്രമാണിത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിയമസഭയിൽ വരുന്നതിന് അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. നിയമസഭയിൽ കൂടി വരാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇറങ്ങിയാൽ ആദ്യത്തെ 1-2 ദിവസം ബഹളം ഉണ്ടാകുന്നതിന് ശേഷം അതങ്ങ് അടങ്ങും. അത് കഴിഞ്ഞ് നേരെ നമ്മളിപ്പോൾ പറയുന്നത് പോലെ പാലക്കാടേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു. അവിടെയും 2-3 ദിവസം ബഹളം ഉണ്ടാകും. അത് കഴിഞ്ഞ് ഇതങ്ങ് അടങ്ങും. എനിക്ക് പൊതുജന മധ്യത്തിൽ ഇറങ്ങി നടക്കാനാകും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിക്കുന്നത്. കേരളത്തിലൊരു റേപ്പ് കേസിൽ പ്രതിയായ നടൻ്റെ സിനിമ കുറച്ച് ദിവസം അദ്ദേഹം പുറത്തിറങ്ങാതിരുന്ന ശേഷം ആ പടം റിലീസ് ചെയ്ത പടം ഹിറ്റായ നാടാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒരു പ്രീസിഡൻസും ഉണ്ട്. ജനം ഇതൊക്കെ തൽക്കാലം അങ്ങ് വിട്ടുകളയും എന്ന ഒരു മുൻ കഥകളുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലല്ല. ഇവിടെ വിഷയം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, UDFന്റെ പ്രതിപക്ഷ നേതാവാണ്. കാര്യങ്ങൾ കുളമാക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ നിർണായക മുഹൂർത്തത്തിലെ എല്ലാ കാലത്തെയും പരിപാടിയാണ്. ഇത്തവണയും ആ പതിവ് പരിപാടി ആവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു നടപടി എടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റുന്നു. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഇനി MLA സ്ഥാനം രാജിവെപ്പിക്കണോ വേണ്ടയോ എന്നത് മാത്രമായിരുന്നു ആ തർക്ക വിഷയം. പക്ഷേ ഇതുവരെ ഏതെങ്കിലും ഒരു പാർട്ടി ചെയ്തതിനപ്പുറം എടുത്തു കഴിഞ്ഞ ഒരു വിഷയമാണ്. അതിനുശേഷം നിയമസഭാ സമ്മേളനം വരുമ്പോൾ എന്താണ് നിലപാടെന്ന് എല്ലാവരും ചോദിക്കുന്നു. അപ്പോൾ അന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ വളരെ വൈകാരികമായാണ് എല്ലാവരുടെയും പ്രതികരണം. കോൺഗ്രസിലെ വനിതാ MLA മാത്രമല്ല, വനിതാ നേതാക്കൾ മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു, KPC പ്രസിഡന്റ് സംസാരിക്കുന്നു, എല്ലാവരും ഇത് വളരെ മോശമായ കാര്യമാണെന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഓസ്ട്രേലിയയിൽ ഇരുന്ന് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ നോക്കൂ, എല്ലാവരും പിൻവലിയുന്നു. വി ഡി സതീശൻ മാത്രമാകുന്നു അടുത്ത ഘട്ടത്തിൽ. വി ഡി സതീശൻ അപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെ ധൈര്യത്തോടെ പറയുകയാണ്,
എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിലപാടെടുത്തത്. ഞങ്ങൾ നിലപാടെടുത്തത് അത് ഞങ്ങളുടെ കൂട്ടായ തീരുമാനമാണ്. പക്ഷേ ഈ കൂട്ടായ തീരുമാനമെടുത്ത് എന്ന് പറഞ്ഞ് വി ഡി സതീശൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യനില്ലെന്നേ കൂടെ, ഒരു മനുഷ്യൻ പോലും കൂടെയില്ല. വി ഡി സതീശൻ അന്നേ ഞെട്ടിക്കാണണം. പക്ഷേ നമുക്കിതിൻ്റെ ഒരു ഉള്ളുകളികൾ മനസ്സിലായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിനുള്ളിൽ അടച്ചിരിക്കുന്നു, പുറത്തേക്കൊന്നും കാണുന്നില്ല. പക്ഷേ UDF കൺവീനർ അടൂർ പ്രകാശാണ് ആദ്യത്തെ വെടി പൊട്ടിക്കുന്നത്. ഇത് ശബ്ദമാണോ എന്ന് ആർക്കറിയാം എന്നാണ് ചോദിച്ചത്. അത് കഴിഞ്ഞ് KPC പ്രസിഡന്റ് ആദ്യം ശക്തമായ നിലപാടെടുത്ത KPC പ്രസിഡന്റ് ചോദിക്കുന്നു, അത് സഭയിൽ വരണോ വേണ്ടയോ, അത് കേസ് വരട്ടെ എന്ന് പറഞ്ഞ് ഒരു അഴകുഴമ്പൻ നിലപാടിലേക്ക് പോകുന്നു. ഒരു സംഭവം നടന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പും ഒരാഴ്ചയ്ക്ക് ശേഷവും നടന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അന്നും ഇന്നും കൃത്യമായി നിലപാട് പറഞ്ഞ ഒരേ ഒരു നേതാവേ ഉണ്ടായിരുന്നുള്ളൂ, അത് വി ഡി സതീശനാണ്. ഇതെന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിലോട് ഇവർക്ക് ആർക്കെങ്കിലും പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ടോ എന്തെങ്കിലും സ്നേഹ കുറവുള്ളത് കൊണ്ടോ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. വി ഡി സതീശനാണ് ഇവിടുത്തെ പ്രശ്നം. വി ഡി സതീശൻ എടുത്ത നിലപാടാണ് പ്രശ്നം. രാഹുൽ സഭയിൽ വരരുതെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു കാരണവശാലും എനിക്ക് അടുപ്പിക്കാനാവില്ല എന്ന് അദ്ദേഹം ഏതാണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ വിഷയം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. സഭ തുടങ്ങാൻ പോവുകയാണ്, വി ഡി സതീശൻ വരണമോ വേണ്ടയോ? വി ഡി സതീശൻ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നു. എൻ്റെ നിലപാടാണ്, ഞങ്ങളുടെ നിലപാടാണ്. ഇത് മാത്രം അദ്ദേഹം പറഞ്ഞില്ല. എന്താണ് കാരണം? ഒരു തരത്തിലുമുള്ള പിന്തുണ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് അതിനോടകം വ്യക്തമായിരുന്നു. അത് UDF കൺവീനർ ആയാലും KPC പ്രസിഡന്റ് ആയാലും മൗനത്തിൽ ഒളിച്ച രമേശ് ചെന്നിത്തല ആയാലും ബാക്കി എല്ലാവരുടെയും കാര്യത്തിലും ആരും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഒരു അഴകഴമ്പൻ നിലപാടിലേക്ക് പോകുന്നു. ഇത് കോൺഗ്രസിലെ അണികൾക്ക് നൽകുന്ന സന്ദേശം എന്തായിരുന്നു? നോക്കൂ, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളും അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് കുറ്റങ്ങളൊക്കെ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായ പ്രതികരണങ്ങൾ, പ്രകടനങ്ങൾ, തർക്കങ്ങൾ, പോലീസ് ലാത്തിച്ചാർജ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എന്ത് നിലപാടെടുക്കണം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതിയത്? ഒരു വശത്ത് വി ഡി സതീശൻ മാത്രം നിൽക്കുന്നു, ബാക്കി സ്ഥലത്ത് ബാക്കിയുള്ളവർ എന്തൊക്കെയോ പറയുന്നു. MLA സ്ഥാനത്ത് നിൽക്കുമ്പോൾ തടയാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരു കൂട്ടർ, അത് ആണെന്ന് വേറൊരു നേതാവ്. അപ്പോൾ കോൺഗ്രസ് അണികളെ ഒരു വല്ലാത്ത കൺഫ്യൂഷനിലാക്കിക്കൊണ്ടാണ് ഇവരെല്ലാവരും ഈ യുദ്ധത്തിൻ്റെ രണ്ടാം ഘട്ടം മുമ്പോട്ട് കൊണ്ടുപോയത്. അവിടെയും വിഷയം വി ഡി സതീശനായിരുന്നു. വി ഡി സതീശൻ അങ്ങനെ ഇപ്പോൾ മുന്നോട്ട് പോകണ്ട എന്നുള്ള ഒരു നിലപാടിലായിരുന്നു. വി ഡി സതീശൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തു, അപ്പോൾ പിന്നെ ഞങ്ങളാരും കൂടെ നിൽക്കുന്നില്ല. അതായിരിക്കണം കോൺഗ്രസ് നേതാക്കൾ ഈ സമയത്ത് ഇങ്ങനെ വിചാരിച്ചത്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടൻ വിഷയത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥത കൂടുതലോ കുറവോ ഉണ്ടായിരുന്നില്ല. അവസാനം സഭാ സമ്മേളനത്തിൻ്റെ തീയതി അടുത്തെടുത്ത് വരുന്നു. നമ്മൾ പല രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. വി ഡി സതീശൻ്റെ ഗ്രൂപ്പുകളിലെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആരും പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമില്ല. അതായിരുന്നു 4 ദിവസം മുമ്പ് വരെയുള്ള സ്ഥിതി. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ മുഖപത്രം വീക്ഷണം ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. ബാബു രാജേന്ദ്രൻ നായർ എന്ന ഒരു വ്യക്തിയാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചത്. നമുക്ക് കോൺഗ്രസിൻ്റെ മുഖപത്രമാണ്. അതിനകത്ത് ഉപയോഗിച്ച ഭാഷ ഞാൻ പറയുന്നില്ല. പക്ഷെ 2 പ്രധാനപ്പെട്ട വാദങ്ങൾ. ഒന്ന്, ഇങ്ങനെ ഒരു പരാതി ആരും പരസ്യമായി കൊടുത്തിട്ടില്ല. അത് വേണമെങ്കിൽ ഒരു വാദത്തിൽ നമുക്ക് സമ്മതിക്കാം. പക്ഷേ അടുത്തതാണ് അതിലും ഗംഭീരം. പരസ്പര സമ്മതപ്രകാരം, അതിപ്പോൾ മാങ്കൂട്ടത്തിലായാലും വാഴത്തോപ്പിലായാലും പരസ്പര സമ്മതപ്രകാരമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതൊരു കോൺഗ്രസ് പാർട്ടിയുടെ പത്രം മുന്നോട്ട് വെച്ച വാദമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ചിലപ്പോൾ ബന്ധത്തിൽ പോയിട്ടുണ്ടാവാം, പക്ഷേ ഇത് പരസ്പര ബന്ധപ്രകാരമാണ്. അതിനുശേഷം ഈ സ്ത്രീകൾ പരാതി പറയുന്നതിൽ എന്തർത്ഥം എന്ന രീതിയിൽ ഒരുമാതിരി തറ മാസികകളിലും തറ പ്രസിദ്ധീകരണങ്ങളിലും വരുന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലേഖനം വരികയാണ്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടായിരുന്നോ? ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്? എന്തിനാണ് പാർട്ടിയുടെ പ്രാഥമിക പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്? അപ്പോൾ അതിലൊരു നിലപാട്. അത് കഴിഞ്ഞ് വെറും 2.5 ആഴ്ച കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പാർട്ടിയുടെ മുഖപത്രത്തിൽ ഒരു ലേഖനം വരികയാണ്. 3 കോളം നല്ല വിശദമായിട്ട് വാദങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ CPMകാരെയൊക്കെ കുത്തുന്ന മറ്റു സാധനങ്ങളും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരും എന്നുള്ളത് കൃത്യമായിരുന്നു. അന്നേ തന്നെ കാര്യങ്ങളെല്ലാവരും ചേർന്ന് വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു. എന്നിട്ടോ ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി, 2 പേരും കൂടെയുണ്ട്. പാർട്ടി പുറത്താക്കി, പാർട്ടി നടപടിയെടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ പദവികളിൽ നിന്ന് മാറ്റിയ സസ്പെൻഷനിലായ ഒരു നേതാവിനെ, പ്രതിപക്ഷ നേതാവ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ഒരാളിനെ നിയമസഭയിൽ നെഞ്ചു വിരിച്ച് കൂടെ നിൽക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ തയ്യാറായെങ്കിൽ അത് ആരുടെ തിരക്കഥയാണ്? ഇതിനകത്ത് ഒരു സംശയവുമില്ല കേട്ടോ, ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും വേണ്ട. ഇത് കോൺഗ്രസ് നേതാക്കളുടെ
അറിവോട് കൂടിയുള്ള ഒരു നീക്കം തന്നെയാണ്. കുറ്റകരമായ മൗനം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അറിവോട് കൂടി തന്നെയാണ്. വി ഡി സതീശൻ ഒരു വശത്തും മറുവശത്ത് നിഴൽ യുദ്ധം നടത്തുന്ന ഒരു വലിയ സംഘവുമുണ്ട്. വി ഡി സതീശനെതിരെയുള്ള നിഴൽ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ വരികളെടുത്ത് പരിശോധിച്ചാൽ വി ഡി സതീശനെതിരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വി ഡി സതീശൻ്റെ കൂടെ നിൽക്കാൻ, വി ഡി സതീശൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ പാർട്ടി നേതൃത്വം ഒരുമിച്ചെടുത്ത തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കാൻ, ആ തീരുമാനത്തിൻ്റെ സ്പിരിറ്റിനൊപ്പം നിൽക്കാൻ, അതായത് MLA പദവിയിലേക്ക് നിയമസഭയിലേക്ക് വരണോ വേണ്ടതെന്നൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് മുമ്പെയാണ് തീരുമാനമെടുത്തത്. ആ സ്പിരിറ്റിനെ കൂടെ നിൽക്കാൻ ഒരാൾ പോലും ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ ആ നിൽക്കാതിരുന്ന എല്ലാവരും വി ഡി സതീശനെതിരെ നിഴൽ യുദ്ധത്തിൽ ഭാഗഭാക്കുകളാണ്, അറിഞ്ഞുകൊണ്ടോ മൗനം കൊണ്ടോ. അങ്ങനെയാണ് സംഭവിച്ചത്. ഇന്ന് നിയമസഭയിൽ വരുമ്പോൾ വി ഡി സതീശൻ ഏതാണ്ട് ഇല്ലാതായി പോകുന്ന രീതിയിൽ, വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അദ്ദേഹം അപ്രസക്തനായിപ്പോയി. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ 2 പ്രധാനപ്പെട്ട വാചകങ്ങളുണ്ട്. ഞാൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണെങ്കിലും ഞാൻ പാർട്ടിയുടെ പ്രവർത്തകനാണ്. നേതാക്കൾ പാർട്ടി പറയുന്നതിന് അപ്പുറമില്ല ഇപ്പുറമില്ല, അദ്ദേഹത്തിൻ്റെ വാചകങ്ങളാണ്. എന്ന് വെച്ചാൽ ഞാൻ നിയമസഭയിൽ വാർത്തയെല്ലാം എന്താണ്, വി ഡി സതീശനെ ധിക്കരിച്ച് എത്തി എന്നാണ് പറയുന്നത്. വി ഡി സതീശനാണെങ്കിൽ അത് ശരിയാണെന്ന മട്ടിൽ വളരെ ദേഷ്യപ്പെട്ട് മിണ്ടാതെ നടക്കുന്നു. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം, പാർട്ടി പറയുന്നതേ ഞാൻ ചെയ്യൂ എന്നർത്ഥം വരുന്ന രീതിയിൽ ഞാൻ പാർട്ടിയുടെ വിനീത പ്രവർത്തകനാണ്. എന്ന് വെച്ചാൽ ഞാനിന്ന് നിയമസഭാ സമ്മേളനത്തിൽ വന്നത്, ഇവിടെ പങ്കെടുത്തത്, ഇപ്പോൾ പോകുന്നത് എൻ്റെ പാർട്ടി പറഞ്ഞിട്ടാണ്. ആരുടെ പാർട്ടി? സണ്ണി ജോസഫിൻ്റെ പാർട്ടി, രമേശ് ചെന്നിത്തലയുടെ പാർട്ടി, KC വേണുഗോപാലിൻ്റെ പാർട്ടി, ഷാഫി പറമ്പിലിൻ്റെ പാർട്ടി. അങ്ങോട്ട് പോയാൽ ഒരുപാട് ആളുകളുണ്ട്. വിഷ്ണുനാഥിൻ്റെ പാർട്ടി, പല ആളുകളുടെ പാർട്ടി. ഇവരെല്ലാവരും പറഞ്ഞിട്ടാണ്. ഈ ഒരു ചൊല്ലുണ്ട്, മകൻ ചത്താലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്ന് പ്രതിപക്ഷം ഏറ്റവും ശക്തമായി ആഞ്ഞടിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ സമ്മേളനത്തിൽ അതിൻ്റെ ശോഭ മുഴുവൻ കെടുത്തി ഇതെല്ലാം കുളവാക്കി നാളെ മുതൽ അങ്ങോട്ട് പരിഹാസത്തിൻ്റെ കൂരമ്പുകളേറ്റ കോൺഗ്രസ് MLA-മാർ നിയമസഭയിൽ വീഴുക. ഇപ്പോൾ തന്നെ സൈബർ ഇടത്തിൽ ശരിക്കുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു മറുപടിയും പറയാനില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം. അതെല്ലാം വരുത്തി വയ്ക്കാം, ഒരു കുഴപ്പവുമില്ല. വി ഡി സതീശൻ ഒരാൾ വ്യക്തിപരമായി പറഞ്ഞതാണ്, പേര് കോട്ട് ചെയ്യാൻ പറ്റില്ല. അയാൾ ഈ നിലപാടുകളുടെ രാജകുമാരനാണെന്നാണ് അയാളുടെ വിചാരം. അപ്പോൾ നിലപാടുകളുടെ രാജകുമാരൻ അങ്ങനെ ഇപ്പോൾ സൂചിക്കേണ്ട. പക്ഷേ നിലപാടുകളുടെ രാജകുമാരനായി ശരിക്കും മാറുകയാണ് വി ഡി സതീശൻ എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വി ഡി സതീശൻ ഒരു നിലപാട് പറഞ്ഞു. ആ നിലപാട് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. 2.5 ആഴ്ചയ്ക്ക് ശേഷം നിലപാടുകളുടെ രാജകുമാരൻ, പണ്ട് കുമാരന്മാരായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോഴും വി ഡി സതീശൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അന്ന് പറഞ്ഞവരെ ആരെയും കൂടെ കൂട്ടുന്നില്ല. ഇതിൻ്റെ പേരാണ് നിലപാട്. അത് പറയുന്നയാളുടെ പേരാണ് നിലപാടുകളുടെ രാജകുമാരൻ. അങ്ങനെയാണെങ്കിൽ വി ഡി സതീശനോടുള്ള മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ നമുക്ക് മാറ്റിവെക്കാം. ഈ കാര്യത്തിൽ പറഞ്ഞതിൽ തന്നെ നിൽക്കുകയും അതിനനുസരിച്ച് തലയുയർത്തി നിന്ന് സംസാരിക്കുകയും ചെയ്ത നേതാവിൻ്റെ പേരാണ് വി ഡി സതീശൻ. അതേ വി ഡി സതീശൻ 2 ദിവസം മുമ്പ് വളരെ വേദനയോട് കൂടി ഒരു കാര്യം പറഞ്ഞു. ഒരു പ്രതിപക്ഷ നേതാവും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അത്രയും വൈകാരികമായിട്ടാണ് പറഞ്ഞത്. അതിലെനിക്ക് ദുഃഖം തോന്നുന്നു. എനിക്കും വേണമെങ്കിൽ ആളെ ഇറക്കാൻ പറ്റും, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ അടിക്കും എന്ന് പറയുന്നത് പോലെയാണ്. എനിക്കും വേണമെങ്കിൽ ആളെ ഇറക്കാം, പൈസയെ കിട്ടും. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. വി ഡി സതീശനെതിരെ അതിക്രൂരമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അതിക്രൂരമായ സൈബർ ആക്രമണം ഇത്ര പ്ലാൻഡ് ആയിട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ, അതിൽ ഒരു പ്രതിപക്ഷ നേതാവ് വൂണ്ടഡ് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവല്ല വി ഡി സതീശൻ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസിൻ്റെ സൈബർ സെല്ലിലുള്ള നമ്മൾ 2-3 വാർത്തകൾ ചെയ്തുകൊണ്ട് ഇന്ന ആളുകളാണ് എതിർത്തതെന്ന്. അത്രയുമുള്ള ആളുകൾ നിലപാടെടുത്ത് പരസ്യമായി സൈബർ ആക്രമണം നടത്തുകയാണ്. കേരള ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ട്. VS പിണറായി ഫൈറ്റിന്റെ കാലത്ത് ചിലപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ഇല്ല. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രയും ശക്തമായി ഒരു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ മിണ്ടാതെ നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം, അതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരു കാര്യമേ ഉണ്ടാവുകയുള്ളൂ. ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയും പോവുകയും ചെയ്യും. പക്ഷേ കേരളം ഓർത്തിരിക്കുക, നിലപാടുകൾ ശക്തമായും കൃത്യമായും പറഞ്ഞ നിലപാടുകളുടെ രാജകുമാരനെയായിരിക്കും. Meet the editors.